ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പട്ടുപാവാട നല്ല രീതിക്ക് ചെയ്യാൻ പഠിച്ച് പ്ലേറ്റ്സ് കാൽക്കുലേഷനും എല്ലാം പഠിച്ചിട്ട് കുറേ ആൾക്കാർ ചെയ്തു എന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഫോട്ടോ എല്ലാം അയച്ചു തന്നിട്ടുമുണ്ട്. ഇന്ന് നമുക്കിനി അതിൻ്റെ ബ്ലൗസും ഇതേപോലെ ചെയ്യാം. ഫ്രീ സ്റ്റിച്ചിങ്ങിൻ്റെ 20ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. പട്ടുപാവാടേൻ്റെ ബ്ലൗസ് നമുക്ക് ക്രോപ്പ് ടോപ്പായിട്ടും ചെയ്യാം. പിന്നെ നമുക്ക് വയറിൻ്റെ താഴെ വരെ വരുന്ന രീതിയിൽ, ഹിപ്പ് വരെ വരുന്ന രീതിയിലും നമുക്ക് ചെയ്യാമല്ലോ. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വയറിൻ്റെ താഴെ വരെ വരുന്ന രീതിയിൽ ഡാർട്ടൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പഠിക്കാം. ഇത് നല്ല വൃത്തിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ടോപ്പും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഈ സ്കേർട്ട് ചെയ്ത മെറ്റീരിയൽ അല്ല ചെയ്യുന്നത്, കോട്ടൺ മെറ്റീരിയലാണ് കാണിക്കാൻ പോകുന്നത്. കാരണം കുറേ അളവും ഡാർട്ടൊക്കെ വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇതാ മെഷർമെൻറ്റ്സ് എല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വേഗം ഇത് എഴുതിയെടുത്താട്ടെ, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താട്ടെ. ഇംഗ്ലീഷ് കിട്ടാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചേക്കാം. ഏതായാലും ഫുൾ ലെങ്ത്ത് 15 ഇഞ്ച്, ഫുൾ ഷോൾഡർ 11, ചെസ്റ്റ് റൗണ്ട് 28, ബെസ്റ്റ് റൗണ്ട് 28 തന്നെ, വേസ്റ്റ് റൗണ്ട് 25, ഹിപ്പ് റൗണ്ട് 30, ആം ഹോൾ റൗണ്ട് 12, ബി പി ടു ബി പി അത് പറഞ്ഞാൽ ബെസ്റ്റ് പോയിൻ്റ് ടു ബെസ്റ്റ് പോയിൻ്റ് അങ്ങനെ എഴുതി ഞാൻ പറഞ്ഞു തരാം അതെന്നാന്നുള്ളതെല്ലാം 6. പിന്നെ നെക്ക് വിഡ്ത്ത് 2.5, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് 4, ബാക്ക് നെക്ക് ലെങ്ത്ത് 5. എഴുതിയോ എല്ലാവരും? ഞാനിതാ ഇവിടെ വരച്ച ഈ മോഡലിലെ ബ്ലൗസ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇതാ ഇതിൻ്റെ സ്ലീവൊക്കെ കണ്ടല്ലോ, പഫ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിലെ നെക്കും ഞാനിതാ പുതിയൊരു മോഡലിൽ ഇന്ന് പഠിപ്പിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഫുൾ ലെങ്ത്ത് ഇതാ ഇവിടെ 15 ഇഞ്ചല്ലേ തന്നിട്ടുള്ളത്, നോക്കിയാട്ടെ. ഇതാ 15 ഇഞ്ച്, അതായത് നമ്മൾ ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ മുതൽ ഇതാ ഈ ഒരു താഴെ വരെ നമുക്ക് 15 ഇഞ്ച് കിട്ടണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പം പോകും. പിന്നെ 1 ഇഞ്ചാണ് നമുക്ക് താഴെ ഭാഗം മടക്കി അടിക്കാൻ ഈ ബ്ലൗസിന് വേണ്ടത്. നിങ്ങൾ 1 പോയിൻ്റ് ഇട്ടിട്ട് വേണമെങ്കിൽ ഫസ്റ്റത്തെ ഫുൾ ലെങ്ത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഓർമ്മിച്ച് എഴുതി വെച്ചോ. ഇനി അടുത്തതാണ് നമ്മളെ ഫുൾ ഷോൾഡർ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 11 ഇഞ്ച് തന്നിട്ടുണ്ട്. ഇതാ ഇവിടുന്ന് മുതൽ ഇതാ ഇപ്പുറത്ത് വരെ വരുന്ന അളവാണ് നമ്മളെ ഫുൾ ഷോൾഡർ. ഫുൾ ഷോൾഡർ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്ത് കണക്ക് കൂട്ടിയിട്ടൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ ഒരു കണക്കും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ഇനി ചെസ്റ്റ് റൗണ്ടിലേക്ക് പോകാം. 28 ചെസ്റ്റ് ഇതാ ഈ ഒരു കൈക്കുഴീൻ്റെ നേരെ അപ്പുറത്തെ കൈക്കുഴീൻ്റെ ആഴെ വരെ നമ്മൾ ടാപ്പ് ബോഡി ഫുൾ ചുറ്റിയിട്ട് വേണം എടുക്കാൻ, എന്നാലേ നമ്മളെ ഫുൾ ചെസ്റ്റ് റൗണ്ട് കിട്ടുള്ളൂ. 28 ഇഞ്ച് വരുന്നുണ്ടല്ലേ. ഇതാ ഞാനിവിടെ ചെസ്റ്റ് CH എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുക്കാം. ചെസ്റ്റ് റൗണ്ട് CHR, ഇവിടെയാണ് നമ്മളെ ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് ഇതാ ബെസ്റ്റ് റൗണ്ട്. ഇത് നിങ്ങൾക്ക് പുതിയതായിട്ട് കേൾക്കും പോലെ ഉണ്ടാവും എൻ്റെ ക്ലാസ്സിൽ, ഞാൻ പഠിപ്പിച്ചു തരാം. ബെസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ബെസ്റ്റ് വരുന്ന ഭാഗമില്ലേ, ഇതാ അത് ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കാം കേട്ടോ. ഇതാ ഇവിടെ ആയിരിക്കും നമ്മൾ ബെസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ ബോഡിയിൽ നിന്ന് ബാക്കിൽ നിന്നേ ടാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട് എടുക്കുക 1 ഫിംഗർ ലൂസിൽ. അപ്പോൾ ആടത്തെ അളവും നിങ്ങൾക്ക് കിട്ടും. ചില കുട്ടികൾക്ക് ചെസ്റ്റിനേക്കാളും കൂടുതൽ ബെസ്റ്റ് വരും. അത് ചില കുഞ്ഞിൻ്റെ ബോഡി അനുസരിച്ചിട്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഈടെ എന്തായാലും 28 ചെസ്റ്റ്, ബെസ്റ്റും 28 തന്നെ, രണ്ടും സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ബെസ്റ്റിൻ്റെ അളവ് കറക്റ്റ് എടുത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. എന്തായാലും അളവെടുക്കാൻ വരുന്ന കുഞ്ഞിൻ്റെ ആ ഒരു അളവ് കൂടെ നിങ്ങൾ എടുത്തു കൊടുക്കുക. ഇതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു പോയിന്റ് നേരെ ടാപ്പ് ബാക്കിൽ നിന്നേ ചുറ്റിയിട്ടെടുത്താൽ ബെസ്റ്റ് റൗണ്ട് ഫുള്ള് കിട്ടും. ഇനി അടുത്ത് നോക്കിയാട്ടെ, വേസ്റ്റ് റൗണ്ട് എത്രയാണ്? 25 തന്നിട്ടുണ്ട്. വേസ്റ്റ് പറയുന്നത് നമ്മൾ ബെസ്റ്റിൻ്റെയും നമ്മളെ ആ ഒരു ഹിപ്പിൻ്റെയും ഇടയിലായിട്ട് വരുന്നത്, അതാണ് നമ്മളെ ആ ഒരു ഷേപ്പ്, നമ്മുടെ ബോഡിയിൽ ആ ഷേപ്പ് വരുന്ന ഭാഗമില്ലേ, അതാണ് നമ്മളെ മിഡ് വേസ്റ്റ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ. ഇതാ ഞാനിവിടെ മിഡ് വേസ്റ്റ് എത്ര 25 തന്നിട്ടുള്ളത്. ആ ഒരളവ് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വേണ്ടുന്ന അളവാണ് കേട്ടോ. ചില ബ്ലൗസ് മിഡ് വേസ്റ്റ് വരെ ഉണ്ടാവുമല്ലോ, ക്രോപ്പ് ടോപ്പൊക്കെ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും തയ്ക്കാം. ഇനി ഹിപ്പ് റൗണ്ട് 30. ഹിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളെ ആ ഒരു അരക്കെട്ടിൻ്റെ ഭാഗം, വയറ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം വരുന്നതാണ്. അവിടെ നിങ്ങൾ എന്തായാലും അളവെടുക്കുക കേട്ടോ. ഇത് മിഡ് വേസ്റ്റും കഴിഞ്ഞിട്ട് നമുക്കിതാ ഹിപ്പ് വരുന്നുണ്ട്. ആ വയറ് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്നത് ഹിപ്പ് 30 വരുന്നുണ്ട്. അടുത്ത അളവ് നിങ്ങൾ എടുക്കുക. ഇനിയിപ്പോൾ നല്ല വയറുള്ള കുട്ടികളാണെങ്കിൽ ആ വയറിൻ്റെ അളവ് കൂടെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ ആ കുഞ്ഞിക്ക് ഡ്രസ്സ് ടൈറ്റായി പോകും കേട്ടോ. എല്ലാം ശ്രദ്ധിക്കണേ. നമ്മൾ ഈ ഒരു ബ്ലൗസ് വരുന്നത് ഷോൾഡർ മുതൽ ഹിപ്പ് വരെ വരുന്ന രീതിയിലാണ് കേട്ടോ. ഇനിയിപ്പം ക്രോപ്പ് ടോപ്പ് വേണമെങ്കിൽ മിഡ് വേസ്റ്റ് വരെ അളവെടുത്തിട്ട് അങ്ങനെ നല്ല ഷേപ്പിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്രോപ്പ് ടോപ്പായി.
പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളെ ബെസ്റ്റും വേസ്റ്റും ഹിപ്പൊക്കെ ഏത് അളവിലാണ് വരുന്നതെന്ന് നമ്മളെ ഷോൾഡർ മുതൽ ഇപ്പം ബെസ്റ്റിൻ്റെ നോക്കുന്നെങ്കിൽ ഷോൾഡർ മുതൽ ഇവിടെ വരെ നിങ്ങൾ ഇങ്ങനെ അളന്ന് നോക്കുക. ഇപ്പോൾ 5 ഇഞ്ചാണ് വരുന്നെങ്കിൽ ഷോൾഡർ മുതൽ 5 ഇഞ്ച് വരെ എടുക്കുന്നതാണ് നമ്മളെ ടാപ്പ് ചുറ്റിയിട്ട് ആ ഒരു ബെസ്റ്റ് റൗണ്ട് എടുക്കേണ്ടത് അല്ലേ? മനസ്സിലായല്ലോ. അതേപോലെ വേസ്റ്റിൻ്റെയും എടുക്കാം, ഹിപ്പിൻ്റെയും എടുക്കാം. ഷോൾഡർ മുതൽ വേസ്റ്റ് വരെ ഇപ്പം നമുക്ക് വേസ്റ്റ് റൗണ്ട് 25 അപ്പോൾ എവിടെയാണ് നമ്മൾ 25 അളവ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഷോൾഡർ മുതൽ വേസ്റ്റ് വരെ ഇങ്ങനെ നോക്കുക. ഇപ്പം 14 വരുന്നതെങ്കിൽ നിങ്ങൾ ആ 14 ചുറ്റിയിട്ട് വേണം വേസ്റ്റിൻ്റെ അളവ് എടുത്തു കൊടുക്കാൻ. അല്ലാണ്ട് ഇപ്പം നിങ്ങൾ ഊഹിച്ചിട്ട് 12 ഇഞ്ചിലൊക്കെ 11 ഇഞ്ചിലൊക്കെ ചുറ്റിക്കഴിഞ്ഞാൽ തെറ്റിപ്പോവും. അപ്പോൾ കറക്റ്റ് വേസ്റ്റ് എവിടെയാണ് വരുന്നത് ഷോൾഡർ മുതൽ ആടെ വരെ അളക്കുക. ആടെ ചുറ്റിയിട്ട് വേണം നിങ്ങൾ ടാപ്പിൽ അളവെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ. പിന്നെ നമുക്കിതാ താഴെ ഈ 2 സൈഡിലും നമുക്കൊരു സ്ലിറ്റും കൂടെ വെച്ചിട്ട് ചെയ്യാം. അതില്ലാതെയും ചെയ്യാം, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളൂ. ഇനി അടുത്ത മെഷർമെൻറ്റ് ഏതാണെന്ന് നോക്കിയാട്ടെ. ആം ഹോൾ റൗണ്ട് 12. ആം ഹോൾ റൗണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ കൈക്കുഴി അളവ് ചുറ്റിലും വരുന്നത്. കൈക്കുഴി ചുറ്റിലും ടാപ്പ് ചുറ്റി എടുത്ത് കഴിഞ്ഞാൽ 12 ഇഞ്ച് ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12ൻ്റെ പകുതി 6 ഇഞ്ച് നമ്മൾ ഈ ഒരു ആം ഹോൾ കേവ് ഈ ഒരു ഫ്രണ്ടിലെ ഈ ഒരു ആം ഹോൾ കേവ് നമ്മൾ വരക്കൂലേ ചെസ്റ്റൊക്കെ മാർക്ക് ചെയ്തിട്ട്. അപ്പോൾ ആടെ അളന്ന് നോക്കുമ്പം ആം ഹോൾ റൗണ്ട് 12ൻ്റെ പകുതി 6 കിട്ടണം. ഇനി അടുത്തത് BP ടു BP ബ്രസ്റ്റുകൾ തമ്മിലുള്ള അകലം 6, നെക്ക് വെടുത്ത് തന്നിട്ടുണ്ട് 2.5, ഫ്രണ്ട് നെക്ക് ലെങ്ത്ത്, ബാക്ക് നെക്ക് ലെങ്ത്ത്. നമുക്കിനി ഷോൾഡർ കാൽക്കുലേഷൻ ചെയ്യാൻ നോക്കാം. ബാക്ക് നെക്ക് ലെങ്ത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കഴിഞ്ഞ ക്ലാസ്സൊക്കെ തുടർച്ചയായിട്ട് കണ്ടവർക്ക് എല്ലാം അറിയാം. അതെപ്പോഴും ഓർമ്മിച്ച് വെക്കുക. ബാക്ക് നെക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ട്, അതായത് ബാക്ക് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ചിലും കൂടുതലാകുമ്പം ഇപ്പോൾ 5 ഇഞ്ചാണ്, 2.5 ഇഞ്ചിലും കൂടുതൽ. അപ്പോൾ നമ്മൾ ഷോൾഡർ കണക്ക് കൂട്ടി കണ്ടുപിടിക്കണം. അല്ലാതെ ഫുൾ ഷോൾഡറിൻ്റെ പകുതി എഴുതാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടാലോ, 2.5 ഇഞ്ചിലും കൂടുതലല്ലേ വരുന്നത്. അപ്പോൾ നമ്മളെ ഫുൾ ഷോൾഡർ എത്രയാണെന്ന് നോക്കിയാട്ടെ, 11 ഇഞ്ച് തന്നിട്ടുണ്ട് അല്ലേ? ഫുൾ ഷോൾഡറിൻ്റെ പകുതി നമുക്കിവിടെ വേണം. നിങ്ങൾ ആദ്യം ഫുൾ ഷോൾഡർ എന്ന് പറഞ്ഞിട്ട് എഴുതിക്കോ. FS എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ഷോൾഡറിൻ്റെ പകുതി ആയിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 11 ഇഞ്ച് 11 ഹരിക്കണം 2 എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്താൽ 11ൻ്റെ പകുതി കാണണം. അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ കണക്കായിട്ട് അങ്ങ് എഴുതിയേ ഉള്ളൂ. 11ൻ്റെ പകുതി 5.5 ഇഞ്ചാണെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഈ 5.5 ഇഞ്ചിൻ്റെ കൂടെ നിങ്ങളൊരു 4 ഇഞ്ച് കൂടെ ചേർക്കുക. നിങ്ങൾ ഫുൾ ഷോൾഡർ എടുക്കുക, പകുതിയാക്കുക, അതിൻ്റെ ഒപ്പം ഒരു 4 ഇഞ്ച് ചേർക്കുക. ആരതായാലും ഇങ്ങനെ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, മാറ്റമൊന്നുമില്ല. 4 ഇഞ്ച് തന്നെയാണ് എല്ലാവരും അളവിലും ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കിതാ 5.5 ഇഞ്ചിൻ്റെ ഒപ്പം ഒരു 4 ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്, 5.25 എല്ലാവർക്കും അറിയാമല്ലോ. 0.25 എന്ന് പറഞ്ഞാൽ 4 ഇഞ്ച് അല്ലെങ്കിൽ 1/4 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ 5.25 നമുക്ക് അവിടെ കിട്ടി, അത് അവിടെ വെച്ചേക്ക്. ഇനി നിങ്ങൾ നോക്കണ്ടേ, നിങ്ങളെ ബാക്ക് നെക്ക് ലെങ്ത്ത് നോക്കുക. എനിക്ക് ഇവിടെ 5 ആണ്, നിങ്ങൾക്ക് 6 ആണെങ്കിൽ 6 എടുക്കണേ. ഇപ്പം ബാക്ക് നെക്ക് ലെങ്ത്ത് 5 ഇഞ്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 5ൻ്റെ അകത്തുനിന്ന് ഒരു 2 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യുന്നത്, അപ്പോൾ 3 കിട്ടി. ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ നെക്ക് ലെങ്ത്ത് വരുന്നത് അതിൻ്റെ അകത്തുനിന്ന് 2 കുറക്കുക. ഈ 2ൻ്റെ അകത്തൊരു മാറ്റവും ഇല്ല കേട്ടോ, എല്ലാവരുടെ അളവിലും 2 തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് കിട്ടിയത് 3 അല്ലേ, ആ 3നെ 4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുക. നിങ്ങൾക്ക് കിട്ടിയത് എത്രയാണെന്ന് വെച്ചാൽ അതിനെ 4 ഇഞ്ച് കൊണ്ട് ഗുണിക്കുക. 4 ഇഞ്ചിലൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 3/4 ഇഞ്ച് കിട്ടും. എനിക്ക് ഇവിടെ 3 × 0.25 4 ഇഞ്ച് കൊണ്ട് ഗുണിച്ചപ്പോൾ 3/4 ഇഞ്ച് കിട്ടി. 0.75 എന്ന് പറഞ്ഞാൽ 3/4 ഇഞ്ച്. ആ 3/4 ഇഞ്ചിനെ ഈ കിട്ടിയ 5.75 അതായത് 5.25 ഇഞ്ചിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഷോൾഡർ കിട്ടും. 5.25 കുറക്കണം, ഇപ്പം കിട്ടിയ 3/4 ഇഞ്ച്. 5.25 3/4 പോയി കഴിഞ്ഞാൽ 5 അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 5 ഇഞ്ചാണ് നമുക്ക് ഇവിടെ ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. തുണി മടക്കിയിട്ട് ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് 5 ഇഞ്ചാണ്. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. ക്ലാസ് 8 കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് മനസ്സിലാവും. ഞാൻ നല്ലോണം പറഞ്ഞു തരുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ഇതാ ഫുൾ ഷോൾഡർ 11. ഈ 11ൻ്റെ പകുതി എടുത്ത് നിങ്ങൾ തയ്യൽ തുമ്പും ചേർത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് വെച്ചാൽ നിങ്ങളെ ബാക്ക് നെക്ക് ലെങ്ത്ത് 2.5 ഇഞ്ച് വരെയാണ് അളവെങ്കിൽ, അതായത് 2 ഇഞ്ച് 2.25 2.5 ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് 2 ഡാർട്ടൊക്കെ ബാക്കിലും ഫ്രണ്ടിലായിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ
വരുന്നുണ്ട് കേട്ടോ ഡാർട്ട്. അത് നമുക്ക് തുണിയിൽ ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നോക്കാം. പിന്നെ നമുക്ക് ഒരളവ് കൂടെ നോക്കാനുണ്ടല്ലേ, BP to BP എന്ന് പറഞ്ഞ്. നിങ്ങൾക്ക് ഇതെല്ലാം പുതിയതായിട്ടായിരിക്കും. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇപ്പാണ് തുടങ്ങുന്നത് BP to BP ഒക്കെ അല്ലേ. ഇതാണ് നമ്മളെ BP to BP, ബെസ്റ്റ് പോയിൻ്റ് ടു പോയിൻ്റ്. അതായത് ഈ ഒരു ഭാഗത്തെ പോയിൻ്റിൽ നിന്ന് അപ്പുറത്തെ പോയിന്റിലേക്ക് വരുന്ന ആ ഒരളവ്. പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മളെ ബെസ്റ്റ് പോയിന്റ്, അതായത് നമ്മളെ നിപ്പിൾ ടു നിപ്പിൾ വരെ വരുന്ന അളവാണ് നമ്മളെ BP to BP എന്ന് പറഞ്ഞാൽ. എല്ലാവരും നോട്ട് ചെയ്ത് ഓർമ്മിച്ച് വെക്കണം കേട്ടോ. 6 വരുന്നുണ്ട്. എല്ലാ അളവുകളും നോക്കിയിട്ട് നമുക്ക് തുണീൻ്റെ അകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം കേട്ടോ. തുണി എടുത്തിട്ട് വരട്ടെ. നമുക്കിനി തുണീൻ്റെ അകത്ത് കട്ട് ചെയ്യുന്ന നോക്കാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ച തുണി വലിയൊരു തുണീൻ്റെ അകത്തുനിന്ന് തൽക്കാലം കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത്, എനിക്ക് പഠിപ്പിക്കാനുള്ള ഏലിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും വേണ്ടിയിട്ട് 2 പീസ് തുണി കട്ട് ചെയ്തെടുത്ത്. നീളവും വീതിയൊക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞു തരും. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് വലിയ തുണിയിലാണെങ്കിൽ അങ്ങനെ മടക്കിയിട്ട് ചെയ്ത് കൊടുത്താലും അത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം എന്നില്ല. നമ്മളിപ്പം ഫ്രണ്ട് പാർട്ടാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഡാർട്ട്, ബ്രസ്റ്റ് ലൈന്, അതേപോലെ വേസ്റ്റ് ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടാണ് ഡാർട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിലും നമുക്ക് ഡാർട്ട് വരയ്ക്കാനുണ്ട്. അപ്പോൾ നമ്മളെന്താ ഫ്രണ്ട് പാർട്ട് ഫസ്റ്റ് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് ബാക്ക് പാർട്ടും ചെയ്യാൻ പറ്റുള്ളൂ. ട്രേസ് എടുത്ത് കൊടുക്കാമല്ലോ നമുക്ക് ഡാർട്ടിൻ്റെതൊക്കെ വരച്ചത്. അതിനാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് ഫസ്റ്റ് ചെയ്യുന്നത്. തുണി 2ആയി ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നിങ്ങൾ ഏകദേശം തുണി എടുക്കുകയാണെങ്കിൽ അതിന് നീളവും വീതിയും തയ്യൽ തുമ്പും ലൂസും എല്ലാം കൂടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ നമ്മളെ ഹിപ്പിൻ്റെ അളവാണ് ഏറ്റവും കൂടുതൽ ഈ മെഷർമെൻറ്റിൽ വരുന്നതല്ലേ. അപ്പോൾ ഹിപ്പിൻ്റെ ഇവിടെ തയ്യൽ തുമ്പും ലൂസെല്ലാം കിട്ടുന്നുണ്ടോ എന്നുള്ള രീതിയിൽ വേണം തുണി എടുക്കാൻ വേണ്ടിയിട്ട്. മാർക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളെ തുണീൻ്റെ ഈ മുകളിലത്തെ ഭാഗത്ത് ചെറിയ ലെവലല്ലാത്ത പോലെ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ലൈൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുവഴി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഒന്നും ലെവലല്ലാത്ത പോലെ തുണിയൊക്കെ വളഞ്ഞിട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇതേപോലെ വരച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ആ ഒരു ലൈനിൻ്റെ അട വെച്ചിട്ട് നമുക്ക് ഫുൾ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ബുക്കിൽ നോക്കിയാട്ടെ എത്രയാണ് ഫുൾ ലെങ്ത്ത് വരുന്നത്? 15 വരുന്നതല്ലേ. അപ്പോൾ 15ൻ്റെ കൂടെ 1.5 ഇഞ്ചാണ് നമുക്ക് തയ്യൽ തുമ്പ് വേണ്ടത്. താഴെ മടക്കിയടിക്കാൻ 1 ഇഞ്ച് എന്തായാലും വേണം. മേലെ ഷോൾഡർ കൂട്ടുമ്പോൾ അര ഇഞ്ച് വേണം. അങ്ങനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ നമുക്ക് ഫുൾ ലെങ്ത്തിൻ്റെ കൂടെ പട്ടുപാവാട ബ്ലൗസിന് ചേർത്ത് കൊടുക്കേണ്ടത്. നീളം മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് വളഞ്ഞൊന്നും പോവാണ്ട് നമ്മൾ ലൈൻ കൊടുത്ത് ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടതാ. ഒരു ലേശം അധികം വന്നിട്ട് കണ്ടില്ലേ, നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. കറണ്ടും പോയി പിന്നെയും. ഇതാണ് എടുത്ത പ്രശ്നം. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫുൾ ലെങ്ത്ത് കഴിഞ്ഞാൽ നമ്മൾ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. നോട്ടിൽ നോക്കിയാട്ടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചത് എത്രയാണ്? 5 നമുക്ക് കിട്ടിയത്. നിങ്ങൾ എടുക്കുന്ന ബാക്ക് നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഷോൾഡർ കണ്ടുപിടിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നെക്ക് ലെങ്ത്ത് കൂട്ടിയെടുത്ത് ഷോൾഡർ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മളെ ഡ്രസ്സ് ഷോൾഡർ ഇങ്ങനെ ഊരിപ്പോകുന്ന സീൻ വരും കേട്ടോ. അതിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി കറക്റ്റ് ആം ഹോൾ ലൈനും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഷോൾഡറായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്ത 5 തന്നെ നമുക്ക് ആം ഹോൾ ലൈനായിട്ടും കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആം ഹോൾ റൗണ്ടിൻ്റെ പകുതി കേവൊക്കെ വരച്ചിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം തൽക്കാലം 5 തന്നെ എടുത്ത് വരച്ചാൽ മതി. ഇനി നമുക്കിത് ആം ഹോൾ ലൈനിൻ്റെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് ഹരിക്കണം 4 നോക്കുക. 28 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിട്ടും. 7 വരുന്നത്. 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ട് 7.5 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. എത്രയാണോ ചെസ്റ്റ് റൗണ്ട് വരുന്നത് അതിൻ്റെ 4/1 എടുത്ത് മാർക്ക് ചെയ്തു. 1/2 ഇഞ്ച് ലൂസും കൊടുത്ത് മാർക്ക് ചെയ്ത്. തയ്യൽ തുമ്പൊക്കെ നമുക്ക് ബയ്യ മാർക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത്ര വരെ നിൽക്കട്ടെ. ഇനിയാണ് നമ്മളെ ആം ഹോൾ റൗണ്ട് വരച്ചു കൊടുക്കൽ. ഇതേ ക്രമത്തിൽ തന്നെ ചെയ്യണം കേട്ടോ. ഇതേപോലെ ലെങ്ത്ത്, പിന്നെ ഷോൾഡർ, പിന്നെ ആം ഹോൾ ലൈന്, ചെസ്റ്റ്, പിന്നെ കേവ് വരക്കുന്ന ഇതേ ഓർഡർ തന്നെ നിങ്ങൾ പഠിക്കണം. നമ്മളെ സാധനം എടുത്തിട്ടുണ്ട്. ഇതിനെ കൊണ്ടാണ് ഞാൻ വരക്കുന്നത്. ഫ്രഞ്ച് കേവ് സിമ്പിളായില്ലേ? ഇതിനെ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലത്തെ ഒന്ന് വാങ്ങി വെച്ചോ കേട്ടോ. ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് അളവ് ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളെ ബുക്കിൽ എഴുതിയിട്ടുണ്ടല്ലോ ആം ഹോൾ റൗണ്ട് അളവ് 12 അല്ലേ തന്നിട്ടുള്ളത്. 12ൻ്റെ പകുതി 6 കിട്ടുന്നുണ്ടോ നോക്കണം. അതിന് മുന്നേ ഈടെ തയ്യൽ തുമ്പായിട്ട് ഒരു 1/2 ഇഞ്ച് പോവും. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ അതവിടെ മാർക്ക് ചെയ്തിട്ട് വേണം ഇങ്ങനെ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് കറക്റ്റ് അളവ് കിട്ടും. കറക്റ്റ് 6 കിട്ടുന്നത്. ഇനി ലൂസ് വേണമെങ്കിൽ ആം ഹോൾ ലൈൻ ഒരു ഇത്തിരി 1/4 ഇഞ്ച് താഴ്ത്തിയിട്ട് ഒന്നും കൂടെ കേവ് വരച്ചാൽ മതി. ഇവിടുന്ന് ഇത്തിരി താഴ്ത്തിയിട്ട് വരച്ചിട്ട്
കേവ് ഒന്നും കൂടെ വരച്ചു കൊടുത്താൽ മതി. അന്നേരം 6.25 6.5 കിട്ടും. ലൂസ് വേണ്ടിക്കൽ അങ്ങനെയാണ് ചെയ്ത് കൊടുക്കണ്ടേ. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ കറക്റ്റ് മതി കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ബെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കലാണ്. പക്ഷേ ഇവിടെ ചെസ്റ്റും ബെസ്റ്റും ഒക്കെ നമുക്ക് സെയിം ആയതുകൊണ്ട് ആ ഒരു അളവിൻ്റെ ആവശ്യമില്ല. ഒരു ലൈൻ നമുക്ക് ഡാർട്ടിന് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഷോൾഡർ മുതൽ ബെസ്റ്റ് പോയിൻ്റ് വരെ എത്രയാണോ വരുന്നതെന്ന് ടാപ്പിൽ അളന്ന് നോക്കിയിട്ട് ഒരു 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് നിങ്ങളൊരു മാർക്കിംഗ് കൊടുക്കുക. ഇങ്ങനെ ഒരു 7.5 എനിക്ക് വരുന്നത്. 8 മാർക്കിംഗ് കൊടുത്ത് അപ്പോൾ കറക്റ്റ് ബെസ്റ്റ് പോയിൻറ്റിന് നേരെ ഒരു മാർക്കിംഗ് കൊടുത്ത് എന്നിട്ട് നിങ്ങൾക്ക് ചെസ്റ്റിനേക്കാൾ കൂടുതൽ ബെസ്റ്റ് അളവ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു അളവ് എടുത്തിട്ട് അതിൻ്റെ 4/1 ലൂസും നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പക്ഷേങ്കിൽ എനിക്കിപ്പോൾ 28 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ കറക്റ്റ് അളവൊന്നും മാർക്ക് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ലൈൻ ഞാൻ ഈ പോയിൻറ്റിന് നേരെ വെച്ചിട്ട് വരക്കാനാണ് പോകുന്നത്. അതിനാണ് ഈ പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തത്. കറക്റ്റ് ബെസ്റ്റിന് നേരെ നമുക്ക് ലൈൻ വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ലൈൻ എവിടെയോ വരച്ചു കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇതേപോലെ നമുക്ക് വേസ്റ്റ് അളവ് കൂടെ മാർക്ക് ചെയ്യണം. അതിപ്പോൾ എല്ലാവർക്കും മാർക്ക് ചെയ്യാനുണ്ടാവും. പിന്നെ ഇതാ ഷോൾഡറിൻ്റെ ഇവിടെ വെച്ചിട്ട് വേസ്റ്റ്, അതായത് നിങ്ങളെ ആ ഒരു വയറിൻ്റെ ബെസ്റ്റിൻ്റെയും നടുവിൽ വരുന്ന ആ ഷേപ്പ് ഭാഗമില്ലേ അവിടെ വരെ എത്രയാണോ ഷോൾഡർ മുതൽ വരുന്നേ നോക്കുക. 1/2 ഇഞ്ച് താഴ്ത്തിയിട്ട് ജസ്റ്റ് ഒരു പോയിൻ്റ് ആടെ കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോയിൻറ്റിന് നേരെ വെച്ചിട്ട് വേണം നിങ്ങൾ വേസ്റ്റ് റൗണ്ടിൻ്റെ 4/1 ലൂസും പിന്നെ നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് ഡാർട്ടിനും കൂടെ വേസ്റ്റിൻ്റെ അളവിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണ് നമ്മൾ വേസ്റ്റ് അളവ് തന്നിട്ടുള്ളത് നോട്ടിൽ നോക്ക് നിങ്ങൾ. 25 വേസ്റ്റ് റൗണ്ട് വരുന്നത്. 25 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ 6.25 കിട്ടും. ഒരു 1/2 ഇഞ്ച് ലൂസ് ചേർത്ത് കഴിഞ്ഞാൽ 6.25 നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫിഷ് ഡാർട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1/2 ഇഞ്ച് ഡാർട്ടിന് കൂടെ നമ്മൾ ഈ ഒരു വേസ്റ്റ് ലൈനിൻ്റെ ഇവിടെയാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേറെ ചെസ്റ്റ് ലൈനിലോ ബെസ്റ്റ് ലൈനിലോ ഒന്നും മാർക്കിംഗ് കൊടുക്കണ്ട. നമ്മൾ ഈ ഒരു വേസ്റ്റ് ലൈനിലാണ് നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തെ അളവ്, അതായത് നമ്മളെ ഹിപ്പ് റൗണ്ട് എന്ന് പറഞ്ഞിട്ട് അളവ് തന്നിട്ടുണ്ടല്ലോ 30 ഹരിക്കണം 4 നോക്കിക്കഴിഞ്ഞാൽ 7.5 കിട്ടും. 1/2 ഇഞ്ച് ലൂസും ചേർത്തിട്ട് 8 ഇഞ്ചിൽ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ചെസ്റ്റും വേസ്റ്റ് ലൈനും കൂടെ ജോയിൻ ചെയ്താൽ മതി. അതിൻ്റെ ഇടയിലുള്ള ബ്രസ്റ്റ് ലൈൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ. അത് നമ്മളൊരു ഡാർട്ടിന് വേണ്ടിയിട്ട് ഞാൻ വരച്ചു കൊടുത്തതാണ്. ചെസ്റ്റും ബെസ്റ്റും ഒക്കെ സെയിം ആണ്. ഇതാ ഇനി ഈ ഒരു വേസ്റ്റ് മാർക്ക് ചെയ്ത് ഇടുന്ന ഈ താഴത്തെ പോയിന്റിലേക്ക് മാർക്കിംഗ് കൊടുത്ത് നമുക്ക് തയ്യൽ തുമ്പുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ടല്ലേ. തയ്യൽ തുമ്പ് നമുക്ക് 1 ഇഞ്ച് മാത്രം മതി. ഇനി 1.5 ആണെങ്കിൽ 1.5. പക്ഷേ ഈ താഴെ ഭാഗത്ത് നമുക്ക് സ്ലിറ്റ് വരുന്ന ഭാഗത്ത് 1 ഇഞ്ച് മാത്രമേ നമുക്ക് തയ്യൽ തുമ്പ് ആവശ്യമുള്ളൂ. സ്ലിറ്റിൻ്റെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ് ചെയ്യും നിങ്ങൾ. ഇവിടെ ഒന്ന് തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്യട്ടെ. 1 ഇഞ്ച്. ഇതാ ഈ ഒരു പോയിൻറ്റ്സ് എല്ലാം തമ്മിൽ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാമല്ലോ നമുക്ക്. ഇതാ ജോയിൻ ആക്കി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൈഡ് ഓപ്പൺ ആയിട്ട് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് സൈഡിൽ ഓപ്പൺ ആക്കുന്ന അത്ര ഇഷ്ടമൊന്നുമല്ല. പക്ഷേ ഞാൻ അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഒരു 3 ഇഞ്ചോ 3.5 ഇഞ്ചോ എടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങ് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. മാർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ല. ഇനി ഇങ്ങോട്ട് നോക്ക്. ഇതാ നമ്മൾ ബ്രസ്റ്റ് ലൈനും മാർക്ക് ചെയ്തു, ഇവിടെ വേസ്റ്റും മാർക്ക് ചെയ്തല്ലേ. ഡാർട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ BP to BP, അതായത് ബെസ്റ്റ് പോയിന്റ് ടു അടുത്ത പോയിന്റ് വരെ 6 ആണ്. അതായത് നമ്മൾ ആ ഒരു പോയിന്റ് മുതൽ അടുത്ത പോയിന്റിലേക്ക് ടാപ്പ് വെച്ച് അളന്ന് കഴിഞ്ഞാൽ 6 ആണ് ഈ ഒരു അളവിന് വരുന്നത് കേട്ടോ. ആ ഒരു അളവ് കൊണ്ടാണ് നമ്മൾ ഡാർട്ടൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ BP to BP എന്ന് പറഞ്ഞ അളവ് 6 അല്ലേ തന്നിട്ടുള്ളത്. അതിൻ്റെ പകുതി 3 ഇഞ്ച് നമുക്ക് ഈ ഒരു വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇവിടുന്ന് ഒരു 3 ഇഞ്ച് നേർ പകുതി 3 ഇഞ്ചിയുടെ മാർക്ക് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് മുന്നേ ഇതാ ചോക്ക് ഞാനൊന്ന് ഇതാക്കി കൊടുക്കട്ടെ. ചോക്ക് തടിയായിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് നമ്മൾ വരയ്ക്കുന്ന ഡാർട്ടൊക്കെ. ഇതാ 3 മാർക്ക് ചെയ്തതിൻ്റെ ഇപ്പുറത്തേക്ക് സ്കെയിൽ വെച്ചിട്ട് 1/2 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ മിഡ് പോയിൻറ്റിലും ഒരു മാർക്കിങ് കൊടുത്തു. അപ്പോൾ 2 സൈഡിലും 1/4 ഇഞ്ച് വരും അല്ലേ. ഇതാ ഇത്ര വരെ മാർക്ക് ചെയ്ത് നിങ്ങൾ വെക്കുക. വേസ്റ്റ് ലൈൻ്റെ അകത്താണ് മാർക്കിങ് കൊടുത്തത്. എന്നിട്ട് ഈ ഒരു മിഡ് പോയിന്റിൽ നിന്ന് ഈ ഒരു ബ്രസ്റ്റ് ലൈൻ ഇല്ലേ, ഇപ്പോൾ എന്തിനാ ബ്രസ്റ്റ് ലൈൻ വരച്ചതെന്നൊക്കെ മനസ്സിലായല്ലോ. ബ്രസ്റ്റ് ലൈനിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നത്, സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. വളഞ്ഞൊന്നും പോവാതെ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇപ്പം മേലേക്ക് വരച്ച പോലെ തന്നെ നമുക്ക് വേസ്റ്റ് റൗണ്ടും താഴോട്ടും വരക്കണം.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഒന്നിക്കിൽ ആ ഒരു ബ്രസ്റ്റ് ലൈനിലേക്ക് കൊടുത്ത് അതേ അളവ് തന്നെ എടുത്ത് താഴിലേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. പക്ഷേങ്കിൽ ഈ താഴിലെ ഭാഗത്ത് നമുക്കൊരു 1.5 ഇഞ്ച് 2 ഇഞ്ച് അളവിൽ നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ചെയ്യുമ്പം ഭംഗി ഉണ്ടാവുന്നത് കേട്ടോ. അതുകൊണ്ട് ഏകദേശം ഒരു 2 ഇഞ്ച് താഴെ നിൽക്കുന്ന രീതിയിൽ ഞാൻ ഇവിടെ ലൈൻ കൊടുക്കുന്നുണ്ട്, ഡാർട്ടിൻ്റെ ലൈൻ കൊടുത്ത്. മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത്? താഴെ ഡ്രസ്സിൻ്റെ താഴെ ഭാഗം കൂടെ നോക്കിയിട്ടാണ് ഞാൻ അളവ് അവിടെ കൊടുത്തത്. ഇനി നമുക്ക് ഡാർട്ട് ഈടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് വരച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതേ ഷേപ്പിൽ അങ്ങ് കൊടുത്തു. ഇനി ഇപ്പുറത്തുനിന്നും ഇങ്ങനെ ആ ഒരു കറക്റ്റ് പോയിന്റ് ആയിരിക്കണേ അവിടെയൊക്കെ. ഇതാണ് നമ്മളെ ഫിഷ് ഡാർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ വേസ്റ്റ് റൗണ്ടിലാണ് നമ്മൾ 1/2 ഇഞ്ച് ഡാർട്ടിന് വേണ്ടി കൊടുത്തത്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ? ആടെയാണ് നമുക്ക് 1/2 ഇഞ്ച് വരുന്നതല്ലേ. ബാക്കിയുള്ള സ്ഥലത്തും ഇങ്ങനെയല്ലേ വരുന്നത്. നോക്കിയാട്ടെ, നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഈടെ ഇങ്ങനെ ഒന്ന് കേവ് പോലെ ആക്കി കൊടുക്കണം. എല്ലാം ഒന്നും ഷാർപ്പായിട്ട് വരുന്ന രീതിയിലല്ല, പോയിൻ്റ് പോലെ വരുന്ന രീതിയിലുള്ള അതിനെല്ലാം നമ്മളിങ്ങനെ കേവിൽ നല്ല ഭംഗിയായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ ഡാർട്ടും പഠിച്ചല്ലേ, ഫിഷ് ഡാർട്ട് കൂടെ നമ്മൾ പഠിച്ചല്ലേ ഇന്നത്തെ ക്ലാസ്സിൽ. ഇനി നമുക്കിതാ ഈ ഒരു സൈഡിൽ നമ്മളെ ഈ ഒരു ടോപ്പിൻ്റെ ഈ സൈഡിലൊരു കേവ് പോലെ നമ്മൾ അധികവും ചെയ്ത് കൊടുക്കലുണ്ടല്ലോ, എന്നാലേ നമുക്കൊരു ഭംഗി ഉണ്ടാവുള്ളൂ. നല്ലൊരു ഭംഗിയാണ്. ആ സൈഡ് ഒന്ന് കേവ് രീതിയിൽ അങ്ങനെ കൊടുക്കുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കൂടുതലൊന്നും ആക്കിയേക്കല്ലേ, അപ്പോൾ നമ്മളെ ഡ്രസ്സിൻ്റെ ഷേപ്പേ മാറിപ്പോവും. ഇനി നമ്മൾ നെക്ക് വിഡ്ത്ത് നെക്ക് ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്യണം അല്ലേ. നെക്ക് വിഡ്ത്ത് നിങ്ങൾക്ക് എത്രയാണോ നെക്ക് വിഡ്ത്ത് നമുക്ക് തന്നിട്ടുള്ളത് അതിൻ്റെ അകത്തുനിന്ന് ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ നെക്ക് വിഡ്ത്തൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 2.5 ആണെങ്കിൽ 2.25 മാർക്ക് ചെയ്യാം. ഇനി നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഷോൾഡറിൻ്റെ വീതി അനുസരിച്ചിട്ടും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. നിങ്ങൾക്ക് നെക്ക് നല്ല വീതിയിൽ നിൽക്കണം, ഷോൾഡറിൻ്റെ അവിടെ കുറവ് മതി. ഇപ്പോൾ 1.5 ഇഞ്ച് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അടുത്ത വീതി മതിയെങ്കിൽ ആ 1.5ൻ്റെ കൂടെ നിങ്ങൾ 3/4 ഇഞ്ച് കൂടെ അധികം ചേർത്തിട്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. 3/4 ഇഞ്ച് നിങ്ങൾക്ക് എത്രയാണോ അളവ് ഷോൾഡറിന് വേണ്ടത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു 3/4 ഇഞ്ച് ചേർത്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നെക്ക് വിഡ്ത്ത് നോക്കിയിട്ട് മാർക്ക് ചെയ്യുന്നെങ്കിൽ 2.5 ആണെങ്കിൽ 1/4 ഇഞ്ച് കുറച്ചിട്ട് 2.25 മാർക്ക് ചെയ്ത് കൊടുക്കുക. മനസ്സിലായല്ലോ? നെക്കിൻ്റെ ആണെങ്കിൽ 1/4 ഇഞ്ച് കുറക്കുക, ഷോൾഡർ അനുസരിച്ചിട്ടാണെങ്കിൽ 3/4 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടുക. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ 2.25 നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് ഇനി ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് എത്രയാണെന്ന് നോക്കുക, മാർക്ക് ചെയ്യുക. 4 അല്ലേ വരുന്നത്, അപ്പോൾ ഒരു 1/4 ഇഞ്ച് നമ്മൾ അധികം എടുത്ത് കൊടുക്കണം. 1/4 ഇഞ്ച് മാത്രം മതി, 1/2 ഇഞ്ച് വേണ്ട. 1/4 ഇഞ്ച് എടുക്കാൻ കാരണം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ജോയിൻ ചെയ്യുമ്പം 1/2 ഇഞ്ച് അവിടെ പോകും. അപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവും. ഇനി നമുക്ക് സ്ക്വയർ ഷേപ്പിലങ്ങ് വരച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഇലേൻ്റെ പോലത്തെ ഷേപ്പിൽ അങ്ങനെ എടുത്ത് ഒരു നെക്ക് ഡിസൈൻ കൊടുക്കാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നെക്കിൻ്റെ പേരുകളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഞാനതും വിട്ടുപോയി. എൻ്റെ ഒരു ബുക്കിൽ ഉണ്ടായിരുന്നു, ഓരോ നെക്കിനും ഓരോ പേരുകളുണ്ട് കേട്ടോ. ഫാഷൻ ഡിസൈനിങ്ങിൽ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഷേപ്പ് എടുത്ത് ഞാനങ്ങ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങ് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് അങ്ങ് കട്ട് ചെയ്ത് ലെവലാക്കും കേട്ടോ. വരയ്ക്കുമ്പോൾ ഭംഗിയില്ലെങ്കിലും കട്ട് ചെയ്യുമ്പോൾ അങ്ങ് ഭംഗിയിൽ ഞാൻ ആക്കി കൊടുത്തോളാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ കേട്ടോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നെക്കൊക്കെ നമുക്ക് എന്തും ചെയ്യാമല്ലോ, സിമ്പിളല്ലേ നമുക്ക്. ഇനി നമുക്ക് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ്, ഷോൾഡറിൻ്റെ ഇവിടെ ചെരിച്ചിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണേ നിങ്ങൾ. എന്നിട്ടൊന്ന് ചെരിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഇവിടെയും ഒരു പെർഫെക്റ്റ് ആയിട്ട് വന്ന്. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട്, അത് ഏറ്റവും ലാസ്റ്റ് കട്ട് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ സ്ലിറ്റിൻ്റെതും ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അല്ലേ, അതും ലാസ്റ്റ് മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ബാക്ക് പാർട്ടൊക്കെ കട്ട് ചെയ്യണം. അതിന് മുന്നേ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് നെക്കും നമുക്ക് കട്ട് ചെയ്തേക്കാം. അതിന് മുന്നേ ഇവിടുത്തെ ബെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനിൻ്റെ ഇടയ്ക്ക് നോച്ച് മാർക്ക് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴെ ഒരു 3 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് ഒരു 3 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെയും വേണമെങ്കിൽ നമുക്കൊരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. നെക്ക് കട്ട് ചെയ്യുമ്പം ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് ഫേസിങ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. ഇതേ രീതിയിൽ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക നിങ്ങൾ. ഇനി ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് വേണം നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബാക്ക് പാർട്ടിൻ്റെ തുണി ഞാനൊന്ന് കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്.
ആ തുണി ഇതാ ഇങ്ങനെ മടക്കി രണ്ടായി മടക്കി അവിടെ ഇട്ടിട്ട് നമുക്ക് ആദ്യം നമ്മൾ ബാക്ക് പാർട്ടാണ് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ബാക്ക് പാർട്ടിൽ നമ്മൾ ഹുക്കിന് വേണ്ട ആ ഒരു പടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കാം കേട്ടോ. ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്ത് കണ്ടില്ലേ. എന്നിട്ട് വേണം നമ്മൾ ഇതാ ഈ ഒരു ഫ്രണ്ട് പാർട്ട് ആ ഒരു ലൈനിനോട് ചേർത്ത് വെച്ചാൽ മതി. ഇത് മറന്നു പോലെ നിങ്ങൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാൻ പിന്നെ ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറവ് വരും. എന്നിട്ട് ഇതാ ഷോൾഡറും എല്ലാം നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്കിൻ്റെ ഇവിടെ ഒരു ജസ്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി. റൗണ്ട് നെക്കാണ് ബാക്കിൽ വരുന്നത്. ആം ഹോളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതേപോലെ ട്രേസ് ചെയ്ത് കൊടുക്കണം. എല്ലാം നമ്മൾ മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നെക്ക് കൂടെ നമുക്ക് വരയ്ക്കാനുണ്ടല്ലേ. ബാക്ക് നെക്ക് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത്. നമുക്ക് 5 ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ബാക്കിൽ. ആദ്യം ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ. ബാക്ക് നെക്കും ഇതേപോലെ നമ്മൾ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ. ഞാൻ അവിടെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് വിഡ്ത്ത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 5 ഇഞ്ച് ലെങ്ത്തിൽ ബാക്ക് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പട്ടുപാവാടേൻ്റെ ബ്ലൗസൊക്കെ ആകുമ്പം ബാക്ക് ഡീപ്പാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഏത് അളവിലും ചെയ്യാം. നിങ്ങളുടെ അളവിൽ പോലെ നിങ്ങൾക്ക് ബെസ്റ്റും ഒക്കെ മാർക്ക് ചെയ്തിട്ട് ചെയ്യാം. നല്ല ബ്രസ്റ്റ് സൈസ് ഉള്ളവരാണെങ്കിൽ അടുത്ത അളവ് കൂടെ എടുത്തിട്ട് അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കുള്ള പണിയാണ് നമ്മൾ ഈ ഒരു ഡാർട്ടുകളെല്ലാം നമുക്ക് ബാക്ക് പാർട്ടിൽ കൂടെ നമുക്ക് ആക്കി കൊടുക്കണം അല്ലേ. അങ്ങനെ നമുക്ക് ഇതാ ഈ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മാർക്കിംഗ് വന്നോളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആം ഹോളിൻ്റെതും പിന്നെ ആ ഒരു സൈഡിൻ്റെതും ഒക്കെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. ഇവിടെ നമ്മൾ തയ്യൽ തുമ്പിന് വരച്ചതൊക്കെ പുറത്തായിട്ട് കറക്റ്റായിട്ട് വേണം തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ, തെറ്റിച്ച് വെക്കല്ലേ. ഹുക്കിന് വേണ്ടി മാർക്ക് ചെയ്ത് ഇതേപോലെ പുറത്തേക്ക് തന്നെ വരണം. അപ്പോൾ നമുക്ക് അവിടെ ചെറിയൊരു മാർക്കിംഗ് വന്നിട്ടുണ്ട്, ട്രേസ് എടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ കട്ടിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൈഡിലും ആവും. ഇതേപോലെ നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് കൂടെ ആക്കി കൊടുക്കാനുണ്ടല്ലേ. അപ്പോൾ ഇത് കട്ടിയിൽ വരച്ചിട്ട് നമുക്കൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വന്നോളും. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രേസിങ് വീൽ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ അതിൻ്റെ മാർക്കിംഗ് വീകും. അങ്ങനെയും ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ആ സാധനം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തോന്ന് മാത്രം. ഇനി ഇതാ നിവർത്തി ഇട്ടിട്ട് നമുക്കിത് ഇങ്ങോട്ടേക്ക് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഈ സൈഡ് ഒരേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബാക്ക് പാർട്ടിൻ്റെ അപ്പുറത്തെ സൈഡിലും കൂടെ ഡാർട്ടിൻ്റെത് വീകും. 2 ഡാർട്ട് നമുക്ക് വരുന്നില്ലേ. അപ്പോൾ ഈ ഒരു സൈഡിലും കൂടെ ആയിട്ടുണ്ട്. ഇനി ഇത് കട്ടിയിൽ അങ്ങ് വരച്ചെടുത്ത് കഴിഞ്ഞാൽ ഡാർട്ട് സെറ്റായി. അതേപോലെ ഫ്രണ്ട് പാർട്ടിൽ ഒരു ഭാഗത്ത് കൂടെ നമുക്ക് തട്ടി കൊടുക്കാനുണ്ട് അല്ലേ, അതും കൂടെ ചെയ്ത് കൊടുക്കണേ നിങ്ങൾ ഇതേപോലെ. ഈ ഒരു ബ്ലൗസിന് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ഗ്ലാസ് കൊണ്ടൊന്നും തീരില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 5 ഗ്ലാസ്സൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട്. ഇനിയും നെക്കിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് കുറേ മനസ്സിലാക്കാനുണ്ട്. സ്റ്റിഫ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ, ഫേസിങ് ക്രോസ് പീസ് വെക്കുമ്പോൾ എങ്ങനെ, അതിനൊക്കെ ഓരോ രീതികളുണ്ട്. അതൊക്കെ നമുക്ക് കുറേ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടുള്ള എൻ്റെ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സിൽ താല്പര്യമുള്ളവർ മാത്രം അയക്കണം കേട്ടോ. ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് ആണെങ്കിൽ യൂട്യൂബിൽ മാത്രം കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡാർട്ട് ഇതാ 2 പാർട്ടിലും 4 എണ്ണം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഡാർട്ടൊക്കെ ട്രേസ് എടുത്ത് കൊടുക്കുന്ന രീതി. ഓക്കെ, ഇനി ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഇവിടെ ഒരു ഇത്ര പോരെ അളവിൽ നമുക്കൊന്ന് കുഴിച്ച് കട്ട് ചെയ്യണം. ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് നിങ്ങൾ എടുത്തിട്ട് ഇതാ ഇവിടെ മാത്രമേ വേണ്ടൂ. ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കല്ലേ, എന്നിട്ടും തെറ്റിപ്പോകും. ഞാൻ കട്ട് ചെയ്യുമ്പം കാണിച്ചു തരാം നല്ല വൃത്തിക്ക്. ഇതാ ഒന്ന് വരച്ചേക്കാം. മനസ്സിലായാലോ നിങ്ങൾക്ക്? ഇടാം. നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ എപ്പോഴും ഇങ്ങനെ ചെയ്ത് കൊടുത്താലേ പട്ടുപാവാടൊക്കെ നല്ല ഭംഗിയായിട്ട് വരുള്ളൂ. ഇതൊക്കെ വരച്ചു കൊടുക്കുന്നതിനൊക്കെ ഓരോ ആളെ ബോഡി അനുസരിച്ചിട്ട് വേണം. തടിയുള്ളവർക്ക് ഒരു രീതി, മെലിഞ്ഞവർക്ക് കുറച്ച് കൂടുതൽ എടുത്തു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങിൽ പഠിക്കാനുണ്ട്. കുറേ കണക്കും കാര്യങ്ങളും എല്ലാം നമുക്ക് സ്റ്റിച്ചിങ്ങിലുണ്ട് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടാൻ, ചുളിവൊന്നും വരാതെ. ഇത് ഇത്ര പോരെ അളവിൽ അവിടെ കട്ട് ചെയ്തിട്ടില്ലേ. നമ്മൾ മെയിനായിട്ടുള്ള കട്ടിങ് കഴിഞ്ഞു. അതിന് സ്ലീവ് കാര്യങ്ങൾ കട്ട് ചെയ്യണം. നമുക്ക് ഫേസിങ്ങിനുള്ളത് കട്ട് ചെയ്യണം. അതിന് മുന്നേ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് പാർട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഫേസിങ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതി.
അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ പടി സെറ്റ് ചെയ്ത് കൊടുക്കാനല്ലേ ഹുക്കിൻ്റെ, അത് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ നെക്ക് ചെയ്താലും മതി. അപ്പോൾ ഞാനിപ്പം കട്ട് ചെയ്തിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാം കേട്ടോ. ഇത്രയും ദിവസം ക്ലാസ്സുകളിൽ നമ്മൾ ഓപ്പണിംഗ് ഒക്കെ ചെറുതായിട്ട് കൊടുത്തപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ പഠിപ്പിച്ച് തന്നേ അല്ലേ. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്ക് ബാക്ക് നെക്ക് രണ്ടാക്കി മാറ്റി ഇപ്പോൾ 2 പാർട്ടിലുമായിട്ട് നമുക്ക് നെക്ക് വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പം പഠിപ്പിക്കാൻ പോകുന്നത്. ഇനി ഇതാ നമുക്ക് ഹുക്കിൻ്റെ അട വെച്ച് കൊടുക്കാനുള്ള 2 തുണി നമുക്ക് വേണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കൂലേ, നീളമൊക്കെ നമ്മൾ ആ ഒരു കറക്റ്റ് ടോപ്പിൻ്റെ ആ ഒരു നീളം എടുത്താൽ മതി. പക്ഷേ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ലാസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. അഥവാ കുറഞ്ഞു പോയാലോ 2 ഇഞ്ച്, ചെറുത് 2 ഇഞ്ച് വീതിയിലും വലുത് 3 ഇഞ്ച് വീതിയും എടുത്തിട്ടുണ്ട്. 3ഓ 2.5 എടുത്താൽ മതി. അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പലരും ചെറുതായിട്ടും ചെയ്യുന്നുണ്ട്, ചിലർ വലുതായിട്ടും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യം ബാക്കി പറഞ്ഞു തരാം. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കിന് ഫേസിങ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യാൻ ഒരു പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ രണ്ടായി ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഫ്രണ്ട് പാർട്ടേ ചെയ്യുള്ളൂ, ബാക്ക് പാർട്ട് പിന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക, രണ്ടായി മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പ് ചുറ്റിൽ നമുക്ക് ഒരു 1.5 ഇഞ്ച് എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഒരു അളവിൽ നമുക്ക് കട്ട് ചെയ്യാം. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എടുക്കാം, അല്ലെങ്കിൽ 1 ഇഞ്ച് എടുത്താലും മതി. അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കുക. ഇതേപോലെ ആക്കിയിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ അങ്ങ് വരച്ചെടുത്തേക്കാം. ഇങ്ങനെ ഷേപ്പിലൊക്കെ ആക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. ഫേസിങ് ആയാലും ഒരു നീറ്റ് തോന്നുന്നത് ഇങ്ങനെയാണ്. ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ഫേസിംഗ് ഒക്കെ ചെയ്യാൻ ആദ്യത്തെ ക്ലാസ്സിൽ നല്ല ഭംഗിയുള്ള നമ്മൾ പഠിച്ചല്ലോ. ഇത് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് പിന്നെ കട്ട് ചെയ്ത് ലെവലാക്കുക. അതിന് മുന്നേ ഈ ഒരു ഫേസിങ്ങിന് കട്ട് ചെയ്ത തുണീൻ്റെ സൈഡ് ഒന്ന് മടക്കി അടിക്കണം. 1/4 ഇഞ്ച് വരുന്ന രീതിയിലൊന്ന് നമുക്ക് മടക്കി അടിച്ച് കൊടുക്കാനുണ്ട്. അതെല്ലാം നിങ്ങൾ ചെയ്യുക. സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇത്ര പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാം. ഈ ഒരു ഡാർട്ടെല്ലാം സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യാനാണ് പോകുന്നത്. ഫിഷ് ഡാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നുണ്ട്. നോക്കിക്കോ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നല്ല നീറ്റായി ഇങ്ങനെ മടക്കി ഇട്ടിട്ട് ഇതാ ആ ഒരു പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കെട്ടിട്ട് കൊടുക്കുക, മറന്നു പോലെ, അല്ലെങ്കിൽ എല്ലാം അഴിഞ്ഞു പോകും. എന്നിട്ട് ഇതാ നോക്ക്, ആ ഒരു വരച്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുന്നത്. നടുക്കത്തെ ഭാഗത്തുമ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തുമ്പം നല്ല കേവ് പോലെ അങ്ങനെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ സ്റ്റിച്ചിന് ലേശം കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് നീറ്റ്നെസ് കുറവ്. പക്ഷേ ഞാൻ എന്നാലും കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ഇതേപോലെ ചെയ്യണം. 4 എണ്ണം ഇല്ലേ നമുക്ക് ടോട്ടല്, അതെല്ലാം ഇതേപോലെ ചെയ്യും നിങ്ങൾ. ഇതേപോലെ തന്നെ ഫ്രണ്ട് പാർട്ടിലും എടുത്ത് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മളെ ബാക്ക് പാർട്ട് ആദ്യം ചെയ്യാനാണ് പോകുന്നത്. ഡാർട്ട് ക്ലോസ് ചെയ്തിട്ട് വേണം നമുക്കിനി ഹുക്ക് വെക്കുന്ന പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. 2 ഡാർട്ടും ചെയ്തിട്ട് കണ്ടല്ലോ, നല്ല നീറ്റായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. ഇനി നമ്മൾ ആ കട്ട് ചെയ്തെടുത്ത തുണി എടുക്കുക. 2 ഇഞ്ചും 3 ഇഞ്ച് അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടില്ലേ, ആ ഒരു തുണി എടുത്ത് കൊടുക്കുക. ചെറിയ തുണി നമുക്ക് എപ്പോഴും വലത് ഭാഗത്തേക്ക് വേണ്ടുന്നതാണേ, വലിയ തുണി ഇടത് ഭാഗത്തും വെക്കാം. നമ്മൾ ആ ഒരു ഹുക്ക് ഇട്ട് കൊടുക്കുന്നത് വലത് കൈ കൊണ്ട് നമ്മൾ ഇടത് ഭാഗത്തെ ആ ഹോളിലേക്കാണ് ഹുക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം മറന്നു പോകുന്ന കാര്യമായിരുന്നു. ഈ ഒരു കട്ട് പീസിൻ്റെ നീളം നമ്മളെ ആ ഒരു ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു നീളമേ നമുക്ക് വേണ്ടൂ. എന്നാലും ഒരു ലേശം ഞാൻ അധികം വെച്ചിട്ടുണ്ട്. അഥവാ നമുക്ക് എന്തെങ്കിലും രീതിയിൽ കുറഞ്ഞു പോയാലോ നമുക്ക് ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ലാതെ. ഇതിപ്പോൾ ഈ ഒരു പീസ് ഞാൻ 2ആയി ഇങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് എഡ്ജ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കി അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടെ നോക്കാം. ഇതേ രീതിയിൽ 2ആയി മടക്കി കൊടുത്ത് നികത്തോണ്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതവിടെ നല്ല രീതിയിൽ അയൺ ചെയ്ത പോലെ അങ്ങ് നിന്നോളും. എന്നിട്ടിതാ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ അധികം വന്നതിനെ ഇനി കട്ട് ചെയ്യാമല്ലോ നമുക്ക്. ഇനി നമുക്കൊരു സ്റ്റിച്ച് ഇവിടെ കൊടുക്കാനുള്ളത് ഈ ഒരു പീസിനെ ഇങ്ങനെ നിവർത്തി അങ്ങ് വെക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജ് കൂടെ നല്ല തുണിയിൽ കയറാനേ പാടില്ല കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ ഇതാ ഈ ഒരു തുണീൻ്റെ എഡ്ജ് കൂടെ സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ചെയ്യുമ്പോൾ നോക്കേ, അതിങ്ങനെ നിവർത്തി വെച്ചിട്ട് നമ്മൾ നല്ല തുണി കയറാണ്ട് ആ ഒരു എഡ്ജ് കൂടെ, നല്ല തുണിയിൽ കയറാൻ പാടില്ല പക്ഷേങ്കിൽ ഒരു എഡ്ജ് കൂടെ ആ ഒരു പീസ് വെച്ചതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത്
നോക്ക്, കണ്ടില്ലേ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത്? ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഹുക്ക് വെക്കേണ്ട ഭാഗം ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ രീതിയിലുണ്ട്, പലരും പല രീതിയിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതേപോലെ ഉള്ളിലേക്ക് മടക്കിയിട്ട് ആ മടക്കിയ അളവില്ലേ അത് ഏകദേശം കണക്കാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു നല്ല ഭാഗത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബാക്കിൽ സ്റ്റിച്ച് വീകണം കേട്ടോ. ആ ഒരു മടക്കിയ ഭാഗത്ത് തന്നെ സ്റ്റിച്ച് വീകണം. ചിലപ്പോൾ നിങ്ങൾ ആ മടക്കിയ ഭാഗത്ത് സ്റ്റിച്ച് വീകാണ്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് പോവും. അത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകും. സ്റ്റിച്ച് ആ തുണീൻ്റെ അകത്തും കൂടെ കൊള്ളണം, മടക്കി വെച്ചതിൻ്റെ അകത്ത്. നമ്മളിതാ ഒരു ഭാഗം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്നത് കണ്ടില്ലേ? ഇതേപോലെ ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടല്ലോ. ഇനി നമുക്ക് ഹോള് വെച്ച് കൊടുക്കുന്ന ഭാഗമായത്. ഹോളെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുളത്തുനിന്ന് നമ്മൾ വെച്ച് കൊടുക്കില്ലേ ആ ഒരു ഭാഗം. ഇതിൻ്റെ നീളം ലേശം കുറച്ച് കൊടുക്കുന്നുണ്ട്, നല്ലോണം കുറഞ്ഞ പോലെ നിങ്ങൾ. എന്നിട്ട് ഇതേപോലെ നമുക്ക് സൈഡ് കൂടെ ഒരു 1/4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഇനി ആ അധികം വന്നേനെ ഞാനൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ, ഈ ഒരു ഭാഗം ഒന്ന് മടക്കിയിട്ട് ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ഈ ഒരു അറ്റത്തെ ഭാഗം കൂടെ ഒന്ന് ആദ്യം മടക്കി അടിച്ചു കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് അളവ് എടുത്തിട്ട് നിങ്ങൾ മടക്കി അടിക്കുക. ഇതിൻ്റെ വീതി നിങ്ങൾക്ക് കുറവേ വേണ്ടെങ്കിൽ ആ ഒരു അളവിനനുസരിച്ചിട്ട് എടുത്താൽ മതി. 3 ഇഞ്ച് വീതിയിൽ തുണി എടുക്കണ്ട. ഇനി ഇതിനെ ഉള്ളിലേക്ക് അങ്ങ് മടക്കിയിട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. കൂടുതൽ മടക്കി കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ സ്റ്റിച്ച് കൊള്ളാത്ത പോലെ അങ്ങനെ നിൽക്കും. നമുക്ക് ഈ കാണുന്ന ഫ്രണ്ട് ഭാഗത്ത് ആ ഒരു സ്റ്റിച്ച് കണ്ടില്ലേ, നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ അവിടെ കൂടെയാണ് ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമേ. ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി ഇട്ടിട്ട് നല്ല ലെവലാക്കി കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടോ, ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഒരു നടുക്കത്തേക്കൂടെ നമ്മൾ നല്ല തുണിയിലും കയറാൻ പാടില്ല, ഇപ്പുറത്തെ പീസ് നമ്മൾ കട്ട് പീസ് വെച്ചതിലും കയറാൻ പാടില്ല കേട്ടോ. ആ ഒരു സ്റ്റിച്ച് ചെയ്തതിൻ്റെ നടുക്ക് വരുന്ന ആ ഒരു ഭാഗത്തേക്കൂടെ സ്റ്റിച്ച് കൊടുക്കുന്നതേ എന്നാലേ നീറ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ കൊടുത്തിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ ഒരു കട്ട് പീസ് വെച്ച തുണീൻ്റെ മുകളിലേക്ക് കൂടെ ഒരു 1/4 ഇഞ്ച് അളവിൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആടെയാണ് അതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ആ ഒരു കുളത്തുന്നത് വെച്ച് കൊടുക്കുന്നത്, അതിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അധികം വന്ന തുണിയെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നീറ്റാക്കി വെച്ച്. അപ്പോൾ ബാക്ക് സൈഡിൽ ഇനി നെക്ക് കൂടെ ചെയ്യണം. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ കുളത്തിട്ട് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇതേപോലെ വരും. ഞാൻ സ്റ്റിച്ച് ഇട്ടതെല്ലാം ഒന്ന് നോക്കുക കേട്ടോ നിങ്ങൾ. ഇനി ഇതിൻ്റെ നെക്കിൻ്റെ കട്ട് പീസ് കൂടെ നമുക്ക് എടുക്കാനുണ്ട്. നെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ. ബാക്ക് നെക്കിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടും 2 പാർട്ടായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത് ബാക്ക് പാർട്ട്. അപ്പോൾ 2 തുണി നമുക്ക് വേണം. അതിൽ ഒരു തുണി ഈ ഒരു ഭാഗം വരുന്നത് കണ്ടില്ലേ, ഇത് പുറത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. അപ്പോൾ അളവിൽ വ്യത്യാസം വരും. രണ്ടും ഒരേപോലത്തെ തുണി നമുക്ക് പോരാ, അപ്പോൾ അളവിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 2 പീസിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ടുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട്. ആ നെക്കിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം നിങ്ങൾ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളതാണ്. നല്ല നെക്ക് നല്ല ഭംഗിയായിട്ട് വരുമല്ലോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾ നെക്കിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് തുണി നിങ്ങൾ ബാക്കി വെക്കണമെന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ചോക്ക് എടുത്തിട്ട് നെക്കിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചിടുന്നുണ്ടേ. ഇതേപോലെ വരച്ചാൽ നമുക്ക് ഇതിൻ്റെ ചുറ്റിലും ഒരു 1.5 ഇഞ്ച് വരുന്ന രീതിയിൽ ആ ഒരു റൗണ്ട് ഷേപ്പ് പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. നിങ്ങൾ അളന്നിട്ടൊക്കെ ചെയ്താൽ മതിയേ. ഞാൻ ഇപ്പോൾ ഇതേപോലെ വരച്ചിട്ട് ഈ ഒരു ബാക്കി വരുന്നതിനെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം. നമ്മൾ ഒരു ഭാഗത്തേക്കുള്ള തുണി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ ഭാഗത്തെ നെക്കിന് വേണ്ടിയിട്ട് രണ്ടും ഒരേപോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം നമ്മൾ ആ ഒരു മടക്കി സ്റ്റിച്ച് ചെയ്ത് ഹുക്കിൻ്റെ വെച്ചതിൻ്റെ അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടേ ഉള്ളൂ. നമ്മളെ വലത് ഭാഗത്തേക്കുള്ള തുണി എടുത്ത് കൊടുക്കുന്നുണ്ട്. അതേ രീതിയിൽ നെക്കിൻ്റെ ഇപ്പുറത്ത് കുറച്ച് അളവിൽ നിങ്ങൾ വെച്ചിട്ട് നെക്ക് വരച്ചെടുക്കുക. 1.5 ഇഞ്ചിൽ ചുറ്റിലും വരച്ചു കൊടുക്കുക. ഫേസിംഗ് ഒക്കെ എടുക്കാൻ ഭയങ്കര സിമ്പിളല്ലേ. നമുക്ക് വേണമെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടൊക്കെ നെക്ക് ഫിനിഷ് ചെയ്യാനൊക്കെ പറ്റും. ഇതേ രീതിയിൽ വരച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ ചെയ്ത പോലെ ഈ ഒരു കട്ട് പീസിൻ്റെ സൈഡൊക്കെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ. കണ്ടില്ലേ, 2ൻ്റെയും സൈഡൊക്കെ ഞാൻ മടക്കി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഇഞ്ച് അളവിലൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക.
നമ്മൾ തുണീൻ്റെ നമ്മളെ ബാക്ക് പാർട്ടിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇതാ ഈ ഒരു കട്ട് പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് എൻഡിൽ വരുമ്പോൾ നിങ്ങളൊന്ന് മടക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് മടക്കി കൊടുക്കണം ആടെ. എന്നാലേ നമുക്ക് നെക്ക് നല്ല രീതിയിൽ ഫിനിഷ് ആയിട്ട് വരുള്ളൂ. എന്നിട്ട് ആടെ ഒരു പിൻ നിങ്ങൾ ചെയ്ത് കൊടുത്തേക്ക്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അപ്പുറത്തെ ഭാഗം തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, നമുക്കല്ലെങ്കിൽ മനസ്സിലാവുള്ളൂ. അതാ പിൻ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്, കണ്ടില്ലേ? ആടെ ഇങ്ങനെ മടക്കി കൊടുക്കണം, അതേ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളൂ. ഇതാ എന്നിട്ട് എല്ലാ സൈഡിലും നമുക്ക് ഈ പിന്ന് കൊണ്ട് കുത്തി കൊടുക്കാം. ഇതാ ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗം തിരിച്ചിട്ടിട്ട് ഇതാ ഇവിടെ കുറച്ചൊരു വളവുണ്ടല്ലേ, അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ശരിയാക്കി കുത്തി കൊടുക്കാം. നെക്ക് ചെരിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. ഏതായാലും ഇപ്പുറത്തെ ഭാഗത്ത് കുത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ കൂടെ 1/4 ഇഞ്ച് അളവിലെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പിന്നെല്ലാം ഇനി ഊരി മാറ്റി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, ഇതൊക്കെ സിമ്പിൾ അല്ലേ. ഇതാ ഇതേപോലെ ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. 1/4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് വെക്കണേ സ്റ്റിച്ച് കഴിഞ്ഞിട്ട്. എന്നിട്ട് ഇതാ ഇവിടെയൊക്കെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് നെക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ഉള്ള ഇതിന് വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് നല്ല രീതിയിൽ അതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നീറ്റ്നെസ് ഉണ്ടാവുള്ളൂ, സ്റ്റിച്ച് കട്ടായി പോകരുത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അയൺ ചെയ്താൽ നല്ല നീറ്റായിട്ട് വരും. ഇതേപോലെ ഞാൻ ഇനി ബാക്ക് പാർട്ടിലെ മറ്റേ സൈഡ് കൂടെ ചെയ്തെടുത്തിട്ട് വരും. അത് ഞാൻ ചെയ്യുന്ന കാണിക്കുന്നില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിലാണ് നെക്കിൽ ഫേസിങ് വെച്ച് കൊടുത്തത്. നമ്മൾ ആദ്യം ഹുക്കിൻ്റെ ആ ഒരു സംഭവങ്ങളെല്ലാം വെച്ചിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസിങ് വെച്ചിട്ട് ഹുക്കിൻ്റെ ആ സംഭവം വെച്ച് കൊടുത്താലും മതി. നെക്കൊക്കെ കണ്ടല്ലോ, ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലെ നെക്കും കൂടെ ഇതാ ആ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിലോ വല്ല ഡൗട്ടോ വരികയാണെങ്കിൽ സെപ്പറേറ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ആദ്യമൊക്കെ നല്ല രീതിയിൽ പഠിപ്പിച്ചതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ കുറച്ച് സ്പീഡാക്കിയത്. മനസ്സിലായാലോ? ഇനി നമുക്ക് നെക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് വരും. തിരിച്ചിടുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചിടാൻ പറ്റുമല്ലോ. ഇനി ഇതാ അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ സ്റ്റിഫ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യുന്നെങ്കിൽ നമ്മൾ കുറച്ച് കാര്യം കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ വേറൊരു ക്ലാസ്സിൽ പഠിപ്പിച്ചു തരാം കേട്ടോ. ഇനി അല്ലെങ്കിൽ ക്രോസ് പീസ് വെച്ചിട്ടായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും റൗണ്ട് നെക്കൊക്കെ. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് വരുന്നത്. നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിൽ ഇങ്ങനെ മടക്കി വെച്ചത് കണ്ടല്ലോ. ബാക്ക് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് നടുവിലെ കൂടെ കട്ട് ചെയ്തുകൊണ്ടാണ് 2 പീസായിട്ട് വെച്ച് കൊടുത്തത്. ഫ്രണ്ട് പാർട്ട് നമ്മൾ ഇതേപോലെ ഒറ്റ പീസിൽ അങ്ങ് വെച്ച് കൊടുത്ത്, അത്രയേ ഉള്ളൂ കേട്ടോ വ്യത്യാസം. ഇനി നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ക്ലാസ്സിലായിട്ടാണ് പഠിക്കുന്നത്. പഫ് സ്ലീവാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കുറേ സമയം ആവശ്യമായിട്ടുണ്ട്. അത്രയും ഡീറ്റെയിൽഡായി പാറ്റേണൊക്കെ ആക്കി ചെയ്താലേ നിങ്ങൾക്ക് പല മെഷർമെൻറ്റിൽ നിങ്ങളത് മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ പോരല്ലോ, വേറെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും കൂടെ പഠിക്കണ്ടേ. അതുകൊണ്ട് നല്ല ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഇപ്പോൾ ഇത്ര വരെ മനസ്സിലായല്ലോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഞാൻ കുറച്ചൊന്ന് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. കട്ടിങ് നല്ല രീതിയിൽ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ലേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ അല്ലെ ഇനിയും ഡീറ്റെയിൽഡായിട്ട് പറയേണ്ടെങ്കിലോ നിങ്ങളെ മെസ്സേജ് അയച്ചിട്ട് എൻ്റെ അടുത്ത് പറയണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.